ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രാഫിൽ നിന്നും അതിൻ്റെ പോളിനോമിയലിന് ബഹുപദത്തിനെ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, സ്ട്രൈറ്റ് ലൈനല്ല, കേർവ്ഡ് ലൈനാണ്. സോ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, രണ്ടാം കൃതി ബഹുപദമാണ്. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കോമൺ ഫോമാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. ഇത് ശ്രദ്ധിക്കുക. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് വേണം, ഈക്വൽ. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിക്ക് എഴുതിയിരുന്നത് എ എക്സ് പ്ലസ് ബി എന്നായിരുന്നു. അതിൻ്റെ കൂടെ ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് ആഡ് ആക്കാനേ ഉള്ളൂ. ശ്രദ്ധിക്കുക. പി ഓഫ് എക്സ് ഈക്വൽ എ എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ ബിയുടെ കൂടെ ഒരു എക്സ് വരും. സോ പ്ലസ് സി എന്നും കൂടെ വരും. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കോമൺ ഫോം. ദെൻ പൊതുവായ രൂപം അത് എഴുതിയിട്ട് ഗ്രാഫിൽ നിന്നും ഏതൊക്കെ വാല്യൂസ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് നമ്മുടെ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് 4ലാണ്. അപ്പോൾ പി ഓഫ് 0 ഈക്വൽ 4 എന്ന് കിട്ടും. ഫസ്റ്റ് ഡിഗ്രിക്ക് നമ്മൾ 2 വാല്യൂസാണ് ഗ്രാഫിൽ നിന്ന് ഫൈൻഡ് ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഡിഗ്രിയുടെ 1, 2, 3 3 പേരെ കണ്ടുപിടിക്കാണ്ട്. എ അറിയണം, ബി അറിയണം, സി അറിയണം. അപ്പോഴാണ് നമുക്ക് ഈ പോളിനോമിയൽ മൊത്തം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എയും ബിയും സിയും കണ്ടെത്താൻ വേണ്ടിയിട്ട് 3 വാല്യൂസ് ഇവിടെ നിന്ന് എഴുതണം. ഇനി നോക്കൂ, ഇത് കറക്റ്റ് പി ഓഫ് 1ൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പി ഓഫ് 1 എന്ന് പറയുന്നത് മുകളിലോട്ട് ഉയരോ താഴോ ചെയ്തിട്ടുള്ള കറക്റ്റ് ഇവിടെ തന്നെയാണ്. സോ അത് 0 ആണ്. ഇനി പി ഓഫ് 2 നോക്കൂ. പി ഓഫ് 2 എന്ന് പറയുന്നതും 0 ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, മിക്കവാറും 2 വാല്യൂ എപ്പോഴും 0 ആയിട്ട് തന്നെ ആയിരിക്കും സെക്കൻഡ് ഡിഗ്രിയിൽ ഉണ്ടാകുക. ആൻഡ് പി ഓഫ് 0 ഒരു നമ്പറും ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഈ പി ഓഫ് എക്സിന് ഈ 3 വാല്യൂസും കൊടുത്തു നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പി ഓഫ് 0 കൊടുക്കാം. പി ഓഫ് 0 ഈക്വൽ എക്സ് മാറിയിട്ട് 0 ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എക്സ് ഒക്കെ മാറിയിട്ട് 0 ആവണം. അപ്പോൾ എന്താവുക? എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി എന്ന് വരും. ഓക്കെ, എ ഇൻറ്റു 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് 0 ആണ്. അപ്പോൾ ഇത് രണ്ടും 0 ആയി, ബാലൻസ് സി മാത്രമാണ് ഉള്ളത്. പി ഓഫ് 0 ഈക്വൽ സി നമുക്കവിടെ ഗ്രാഫിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പി ഓഫ് 0 ഈക്വൽ 4. ഗ്രാഫിൽ നിന്നാണെന്നുള്ളത് ഇവിടെ ഒന്ന് എഴുതി വെക്കണേ. ഫ്രം ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി ഓഫ് 0 ഈക്വൽ 4. ഇതിൻ്റെ രണ്ടിൻ്റെയും LHS ഈക്വലാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയത് കാരണം പി ഓഫ് 0 സി ആണ്, പി ഓഫ് 0 4 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം സി ഈക്വൽ 4 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ സി നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ഇവിടെ സി മാറ്റിയിട്ട് സിയുടെ വാല്യൂ കൊടുക്കുന്നു. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 4. സി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ സി മാറ്റിയിട്ട് 4 കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷനിലാണ് ഇവർ രണ്ടുപേരെയും കൊടുക്കേണ്ടത്. ദെൻ നമുക്ക് നോക്കാം. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നത് പി ഓഫ് 1 ആണ്. ഓക്കെ, പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് മാറിയിട്ട് 1 കയറി. അപ്പോൾ ഇവിടേക്ക് 1 കയറുകയാണ് വേണ്ടത്. എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4. ഇതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. ആദ്യം ഇൻറ്റു ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 1 സ്ക്വയർ 1 ആണ്. എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബി പ്ലസ് 4. അപ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ, പി ഓഫ് 1 0 ആണെന്ന് നമുക്ക് ഗ്രാഫിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഫ്രം ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പി ഓഫ് 1 0 ആണെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവരെ രണ്ടുപേരെയും ഈക്വലായിട്ട് എഴുതുന്നു. 0 ഈക്വൽ എ പ്ലസ് ബി പ്ലസ് 4. അപ്പോൾ നമുക്ക് 0നെ മാറ്റാം. അതായത് ഈ 4ന് ലെറ്റേഴ്സ് മാത്രം അവിടെ നമ്പേഴ്സിനെ ഒരു സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ എന്ത് വരും നോക്കാം. 0 ഈക്വൽ എ പ്ലസ് ബി പ്ലസ് 4 ആയിരുന്നു. 4 ഇങ്ങോട്ട് വരുമ്പോൾ -4 ഈക്വൽ എ പ്ലസ് ബി എന്ന് വരും. ഇത് ഇവിടെ നിർത്തുക. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അടുത്തത് ഇതേ ഇക്വേഷനിൽ പി ഓഫ് 2 കൊടുത്തു നോക്കുക. പി ഓഫ് 2 ഈക്വൽ എക്സ് മാറിയിട്ട് 2 കയറുവാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള 2 സൈഡിലും എക്സിനെ ഒഴിവാക്കണം, 2 കയറണം. എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ്
ബി ഇൻറ്റു എക്സിന് പകരം 2 പ്ലസ് 4. അതെന്താ കിട്ടുക നോക്കൂ, പി ഓഫ് 2 ഈക്വൽ 2 സ്ക്വയർ 4. 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 4a പ്ലസ് 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2b പ്ലസ് 4. അപ്പോൾ എന്താ നമുക്ക് ആൻസർ വരിക നോക്കൂ, പി ഓഫ് 2 ഈക്വൽ 4a പ്ലസ് 2b പ്ലസ് 4. ഇനി ഇവിടെ പി ഓഫ് 2 എന്താണ് കിട്ടിയിട്ടുള്ളതെന്ന് കൊടുക്കുക. ഓക്കെ, പി ഓഫ് 2 ഈക്വൽ 0 എന്നാണ് ഗ്രാഫിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അത് ഇവിടെ എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, രണ്ടിൻ്റെയും ഈ സൈഡ് ഈക്വലായ കാരണം 0 ഈക്വൽ 4a പ്ലസ് 2b പ്ലസ് 4. നമ്മൾ എന്താക്കുക, ഇതിലൊക്കെ 4 2 4 എല്ലാം 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും 2 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 ഈക്വൽ 4ൽ 2 ടൈംസ് ആണ് 2a പ്ലസ് 2ൽ 2 1 ടൈംസ് ആണ് 1b പ്ലസ് 4ൽ 2 ടൈംസ്. ഓക്കെ, 2a പ്ലസ് 1b എന്ന് പറഞ്ഞാൽ b എന്ന് പറയാം, b പ്ലസ് 2 ഈക്വൽ 0. ഇനി ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ -2 ഈക്വൽ 2a പ്ലസ് b നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇവിടെ നോക്കൂ, a പ്ലസ് ബി -4 ആണ്, 2a പ്ലസ് ബി -2 ആണ്. ഇവിടെ ബീൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഈ ഒരു ഇക്വേഷനെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. സബ്ട്രാക്ട് ഇക്വേഷൻ 1 ഫ്രം 2. 2 എന്താണ്, -2 ഈക്വൽ 2a പ്ലസ് ബിയിൽ നിന്നും -4 ഈക്വൽ a പ്ലസ് ബിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ബിന്ന് ബി പോയാൽ 0, 2 എയിൽ നിന്ന് ഒരു എ പോയാൽ ബാക്കി എ. ഓക്കെ, -2 -4 -a എങ്ങനെയാണ്, അതൊന്ന് ശ്രദ്ധിക്കണേ. -2 -4, 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും, -2 + 4. അതെന്താ ആൻസർ, 2 ഡിഫറൻറ്റ് സൈൻസിനാണ് ആഡ് ആക്കേണ്ടത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. 4ൽ നിന്ന് 2 കുറച്ച് 2 കിട്ടും, വലുതിൻ്റെ ചിഹ്നം പ്ലസ്. അപ്പോൾ 2 ഈക്വൽ a എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, സി 4 ആണെന്ന് കിട്ടി, എ 2 ആണെന്ന് കിട്ടി, ദെൻ ഒരാളും കൂടെ കിട്ടാനുണ്ടല്ലോ, ബീനെ കിട്ടാനുണ്ട്. അതിനെന്ത് കൊടുത്താൽ മതി, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എൻ്റെ വാല്യൂ കൊടുത്തു നോക്കാം. -4 ഈക്വൽ a പ്ലസ് ബി, -4 ഈക്വൽ എൻ്റെ വാല്യൂ 2 പ്ലസ് ബി. ദെൻ ബി കിട്ടാൻ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, -4 -2, ഇവിടെ പ്ലസ് ആണ് 2, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. സോ -6 ഈക്വൽ ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കരുത്. എ ബി സി വാല്യൂ കിട്ടി, ആ വാല്യൂസിനെ ഇവിടെ കൊടുത്തിട്ട് എഴുതി വെക്കണം ഗ്രാഫിൽ. എങ്ങനെയാണ്, പി ഓഫ് എക്സ് ഈക്വൽ ax², a 2 ആണ്, 2x² പ്ലസ് ബി എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ -6x സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ +4 ആണ്. സോ +4. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫൈൻഡ് ചെയ്യാനുള്ള വഴികൾ. ശ്രദ്ധിക്കുക, കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ നോ പ്രോബ്ലം. ആദ്യം ഏത് ബഹുപദമാണെന്ന് ഫൈൻഡ് ചെയ്യാം. 2ാം കൃതിയാണോ 1ാം കൃതിയാണോ, ഫസ്റ്റ് ഡിഗ്രി ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ, കേർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ സെക്കൻഡ് ആണ്, സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ആണ്. അത്ര അത് ഓർക്കേണ്ടുള്ളൂ. ദെൻ കോമൺ ഫോം എഴുതാം. നേരത്തെ ഫസ്റ്റ് ഡിഗ്രിക്ക് ax + b മതിയായിരുന്നു, സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ ax² + bx + c എന്ന് കൊടുക്കണം. എന്നിട്ട് ഗ്രാഫിൽ നിന്നും 3 വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. ഈ കിട്ടിയിട്ടുള്ള ഈ സംഭവങ്ങളെ തന്നെ ഈ ഗ്രാഫിൽ കൊടുത്തു നോക്കിയിട്ടാണ് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്. ഓക്കെ, റിപ്പീറ്റായിട്ട് 2 തവണ ചെയ്ത് നോക്കുക. ദെൻ യു ക്യാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും.